നിങ്ങൾക്ക് നല്ലൊരു സ്ഥലത്ത് ജോലി കിട്ടുന്നില്ല, നിങ്ങളുടെ ഭാവി ഇങ്ങനെ ഓരോരോ ബ്ലോക്ക് വരികയാണ് ഭാവിയുടെ ഓരോ ഭാഗത്തും. കൺസിസ്റ്റന്റ് വർക്കിംഗ് ഇസ് ദ ഓൺലി സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾ പറയും സാറേ ഞാൻ ഫുൾ ടൈം പഠിക്കണോ? വേണ്ടടാ, ഫുൾ ടൈം പഠിക്കണ്ട, നാളെ എന്നതില്ല, നമ്മൾ ഇന്ന് തന്നെ ചെയ്യണം. ഡെഫിനറ്റ്ലി നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് പ്ലസ് 1 വരും. ദ സക്സസ് വിൽ ബി യുവേഴ്സ്. ഇപ്പോൾ പ്ലസ് 1 പഠിക്കുന്ന കുട്ടികളെ മെജോറിറ്റി ചെയ്യുന്നത് എന്താ? എക്സാമിന് തലേന്ന് മാത്രം പഠിച്ചാൽ. ഇന്നലെ എപ്പോഴാണ് പഠിച്ചു തുടങ്ങുന്നത്? SLC ഒക്കെ ഞാൻ അങ്ങനെ ചെയ്തു. എക്സാമിന് തലേന്ന് മാത്രം പഠിച്ചു, എക്സാമിന് 2 ദിവസം മുന്നേ മാത്രം പഠിച്ചു. അപ്പോൾ SLCയിലേക്ക് മികച്ച മാർക്ക് കിട്ടി. അതേപോലെ തന്നെ പ്ലസ് 1 കിട്ടും. ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല മക്കളെ, ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. SSLC പോലെയല്ല പ്ലസ് 1. SSLCയേക്കാൾ 3 ഇരട്ടി നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്? പ്ലസ് 1 പഠിക്കാനുണ്ട്. പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എവറസ്റ്റ് ആണെങ്കിൽ SSLC നമ്മുടെ ആനമുടിയ. അത്രത്തോളം വ്യത്യാസം SSLCയും പ്ലസ് 1ഉം തമ്മിലുണ്ട്. അപ്പോൾ SSLC പഠിക്കുന്ന പോലെ നിങ്ങൾ പ്ലസ് 1 പഠിച്ചു തുടങ്ങിയാൽ ഒരിക്കലും നിങ്ങൾക്ക് പ്ലസ് 1 മികച്ച മാർക്ക് കിട്ടാൻ പോകുന്നില്ല. ഇത്തവണത്തെ പ്ലസ് 2 റിസൾട്ട് വന്നപ്പോൾ ഹ്യൂമാനിറ്റീസിൽ പാസ്സായ ആളുകളുടെ എണ്ണം 69%, കൊമേഴ്സിൽ പാസ്സായ ആളുകളുടെ എണ്ണം 75%. എന്ന് വെച്ചാൽ ഹ്യൂമാനിറ്റീസിൽ 31% കുട്ടികളും കൊമേഴ്സിൽ 25% കുട്ടികളും തോറ്റുപോയി. അവർ തോൽക്കാനുള്ള കാരണം അവരുടെ മൈൻഡ് സെറ്റും നിങ്ങൾക്ക് ഇപ്പോഴുള്ള അതേ മൈൻഡ് സെറ്റ് ആയിരുന്നു. പ്ലസ് 1 പ്ലസ് 2 അല്ലേ, എന്തിനാ തുടക്കം മുതൽ പഠിക്കുന്നത്? എക്സാമിന് തലേന്ന് പഠിക്കാമല്ലോ, എക്സാമിന് ഒരാഴ്ച എജുപോർഡ് ലൈവ് ഇടല്ലോ, അത് കണ്ട് പഠിക്കാമല്ലോ. അങ്ങനെ അത് കണ്ട് പഠിച്ചുകൊണ്ട് മാത്രം മക്കൾ നിങ്ങൾ പാസ്സാവില്ല. നിങ്ങൾ പാസ്സാവണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഒരു ഗോൾ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ള. മൂന്നാമത്തെ കാര്യം ഡീവിയേഷനെ മാറ്റി നിർത്താനുള്ള. ഈ 3 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്ലസ് 1 മികച്ച മാർക്ക് നേടാനാവും. അങ്ങനെ മികച്ച മാർക്ക് നേടണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്താണ് മൈൻഡ് സെറ്റ്? SSLC പോലെയല്ല പ്ലസ് 1. പ്ലസ് 1 മികച്ച രീതിയിൽ പഠിച്ചാൽ, തുടക്കം മുതൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മികച്ച മാർക്ക് എന്തിന് കിട്ടുള്ളൂ? പ്ലസ് 1 കിട്ടുള്ളൂ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പഠിക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുക. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇക്കൊല്ലം പ്ലസ് 2 ഹ്യൂമാനിറ്റീസിൽ 31% കുട്ടികൾ തോറ്റു, കൊമേഴ്സിൽ 25% കുട്ടികൾ തോറ്റു. എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിൽ മിനിമം 5-6 കുട്ടികളൊക്കെ തോൽക്കുന്നുണ്ട്. അവർ തോൽക്കാനുള്ള കാരണം അവരുടെ മൈൻഡ് സെറ്റിൽ എന്താ? എക്സാമിന് തലേന്ന് പഠിച്ചാൽ പാസ്സാവുന്നുള്ള ആ മൈൻഡ് സെറ്റ് ആയിട്ട് നടന്നപ്പോൾ അവർ തോറ്റപ്പോൾ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ അവരുണ്ടാക്കിയ മൈൻഡ് സെറ്റ് അല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളൊരു പുതിയ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താവണം? ഞാൻ പഠിക്കും, ഞാൻ പ്ലസ് 1 മികച്ച രീതിയിൽ പഠിക്കും, ഞാൻ പ്ലസ് 1 നല്ല എഫേർട്ട് ഇട്ട് പഠിക്കും, ഞാൻ പ്ലസ് 1 ഫുൾ മാർക്കിന് വേണ്ടി പഠിക്കും. ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീക്കിലി 5 ഡേയ്സ്, ആഴ്ചയിൽ 5 ദിവസം 3 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് പ്ലസ് 1 വരും. പക്ഷേ പലപ്പോഴും നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിനെ പിന്നോട്ടേക്ക് വലിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ആവാം, സ്നാപ്ചാറ്റ് ആവാം, വാട്സപ്പിലെ നോട്ടിഫിക്കേഷൻ ടോണുകളാവാം. അതിനോടൊക്കെ നിങ്ങൾ നോ പറയാം. പഠിക്കുന്ന സമയത്ത് പഠനത്തിൽ മാത്രം കോൺസെൻട്രേഷൻ. അപ്പോൾ നിങ്ങൾ പറയും സാറേ ഞാൻ ഫുൾ ടൈം പഠിക്കണോ? വേണ്ടടാ, ഫുൾ ടൈം പഠിക്കണ്ട, ആഴ്ചയിൽ 5 ദിവസം 3 മണിക്കൂർ വെച്ച് പഠിച്ചാൽ മതി. ബാക്കി സമയത്ത് നിങ്ങളുടെ സ്കൂൾ എൻജോയ്മെൻറ്റ് ചെയ്തോ, ആർട്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തോ, ഡാൻസ് കളിച്ചോ, പാട്ട് കേട്ടോ, മൂവി കണ്ടോ ഒക്കെ ചെയ്തോ. പക്ഷേ പഠിക്കുന്ന സമയത്ത് പഠനം മാത്രമാവണം. പഠിക്കുന്ന സമയത്ത് നോ മൂവീസ്, പഠിക്കുന്ന സമയത്ത് നോ ആർട്സ്, പഠിക്കുന്ന സമയത്ത് നോ സ്പോർട്സ്, പഠിക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ടു സ്റ്റഡി. പഠനത്തെ ആകെ ഞാൻ പറഞ്ഞത് ഡെയിലി 3 hours, അതും എല്ലാ ദിവസവും ഇല്ല, വീക്കിലി 5 ഡേയ്സ്. ആ 5 ദിവസം 3 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ബാക്കി സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ. നിങ്ങൾ ആർട്സിലും സ്പോർട്സിലും മൂവിയും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അത് ചെയ്തോ. പക്ഷേ പഠനത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ ലൈഫിൽ ഏറ്റവും വില പിടിച്ചത്, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ടൈമാണ്. നമ്മുടെ ടൈം നമ്മൾ നല്ല കാര്യത്തിനല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ ടൈം നമ്മളൊരു മോശം കാര്യത്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിഗ്രറ്റ് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് പ്ലസ് 2 മാർക്ക് കുറയുന്നു, പ്ലസ് 1 മാർക്ക് കുറഞ്ഞു, പ്ലസ് 2 മാർക്ക് കുറഞ്ഞു, നല്ലൊരു ഹയർ സ്റ്റഡീസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം നിങ്ങൾക്ക് നല്ലൊരു സ്ഥലത്ത് ജോലി കിട്ടുന്നില്ല. നിങ്ങളുടെ ഭാവി ഇങ്ങനെ ഓരോരോ ബ്ലോക്ക് വരികയാണ് ഭാവിയുടെ ഓരോ ഭാഗത്തും. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കും, ഞാൻ പ്ലസ് 1 നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ, പ്ലസ് 2 നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഏറ്റവും മികച്ച മാർക്ക് പ്ലസ് 2 കിട്ടിയേനെ, ഞാൻ അതുകൊണ്ട് മികച്ചൊരു കോളേജിൽ പോയേനെ, മികച്ചൊരു കോഴ്സ് ചെയ്തേനെ, എനിക്ക് നല്ലൊരു ജോബ് കിട്ടിയേനെ. അപ്പോൾ പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ കുറഞ്ഞു വരും. ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ടൈം പഠനത്തിനായിട്ട് മാറ്റിവെക്കണം. പഠിക്കേണ്ട സമയം നിങ്ങൾ പഠനത്തിനായിട്ട് മാറ്റിവെക്കണം. ഒരു പ്ലസ് 1 വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് 1 മികച്ച മാർക്ക് നേടുക എന്നുള്ളതാണ് ഒരു എയിം, അല്ലേ? അതായത് ഒരുപാട് എയിമുകൾ നമുക്കുണ്ടാവും. പക്ഷേ നമ്മുടെ മനുഷ്യർക്ക് ഓരോ സമയത്തും ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലസ് 1 നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? പ്ലസ് 1 കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ള. SSLC ചെയ്ത കാര്യം എന്തായിരുന്നു? SSLC കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ള. അതിൽ ചില ആളുകൾ പഠിച്ചിട്ടുണ്ട്, ചില ആളുകൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പ്ലസ് 1 ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച കോഴ്സ് കിട്ടാതായി പോയത്. അതേപോലെ നിങ്ങൾ
നിങ്ങളുടെ ഹയർ സ്റ്റഡീസിലും ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആവരുത്. ഹയർ സ്റ്റഡീസ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ ആഗ്രഹിച്ച കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അക്കാഡമിക്സ് വേണം, നിങ്ങളുടെ കയ്യിൽ സ്കില്ല് വേണം. അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എഫേർട്ട് ഇടണം. ഈ ലോകത്ത് കഷ്ടപ്പെടാതെ റിസൾട്ട് കിട്ടിയ ആരുമില്ല, എഫേർട്ട് ഇടാതെ റിസൾട്ട് കിട്ടിയ ആരുമില്ല. ഈ ലോകത്ത് സക്സസ് ആയിട്ടുള്ള ഏതൊരാളെ നോക്കുകയാണെങ്കിലും, വിജയിച്ച ഏതൊരാളെ നോക്കുകയാണെങ്കിലും അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർ പണിയെടുത്തിട്ടുണ്ട്. സോ ഒരിക്കലും നിങ്ങൾക്ക് ഒന്നും പഠിക്കാതെ +1 എക്സാമിന് പോയാൽ നിങ്ങൾ പാസ്സാവില്ല. എക്സാമിന് തലേന്ന് മാത്രം ലൈവ് കൊണ്ടുപോയാൽ നിങ്ങൾക്കൊരു മികച്ച മാർക്ക് കിട്ടില്ല. കൺസിസ്റ്റന്റ് വർക്കിംഗ് ഇസ് ദ ഓൺലി സൊല്യൂഷൻ. സ്ഥിരമായിട്ട് എന്ന് വെച്ചാൽ വീക്കിലി 5 days ഡെയിലി 3 hours വെച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഡെഫിനിറ്റ്ലി ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരും. സോ ഇന്ന് മുതൽ, ഈ സെക്കൻഡ് മുതൽ, ഈ നിമിഷം മുതൽ, നാളെ എന്നതില്ല, നമ്മൾ ഇന്ന് തന്നെ ചെയ്യണം. ഇപ്പോൾ ഈ സെക്കൻഡ്, ഈ നിമിഷം മുതൽ നിങ്ങൾ പഠിക്കാൻ തീരുമാനമെടുക്കുക. പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, സ്നാപ്ചാറ്റ് അതിനൊക്കെ മാറ്റി നിർത്തിയിട്ട് കോൺസെൻട്രേറ്റ് സ്റ്റഡീസ്, പഠനത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ രീതിയിൽ പഠിക്കുക. പഠിക്കുന്ന സമയത്ത് നിങ്ങളെ അന്ന് പിൻവലിക്കുന്നത് സുഹൃത്തുക്കളാണെങ്കിലും എന്താണെങ്കിലും അവരോടൊക്കെ നോ പറയുക. പഠിക്കുന്ന സമയത്ത് കോൺസെൻട്രേറ്റ് ഓൺലി ടു സ്റ്റഡീസ്. ബാക്കി സമയത്ത് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്തോ. പഠിക്കുന്ന സമയം നിങ്ങൾ പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി ദ റിസൾട്ട് വിൽ ബി യുവേഴ്സ്. +1 റിസൾട്ട് വരുമ്പോൾ ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഫുൾ മാർക്ക് നിങ്ങളെ തേടിയെത്തും. അങ്ങനെ ഫുൾ മാർക്ക് കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ പോവുക. ഇപ്പം മുതൽ, ഈ സെക്കൻഡ് മുതൽ, ഈ നിമിഷം മുതൽ പഠിച്ചു തുടങ്ങിയാൽ the success will be yours.